എവ്രിവൺ. ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതുപോലെ വി ഹാവ് എക്സ്ക്ലൂസീവ്ലി ലോഞ്ച് ഓർ ബറ്റാലിയൻ ബാച്ച് സീരീസ് ഫോർ യു. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സും കണ്ടന്റ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GK പോർഷനെ കുറിച്ചാണ്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അത് മാത്രമല്ല നിങ്ങൾ ഈ പഠിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് കുറച്ചും കൂടെ അധികം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ്, വേറെ എന്തൊക്കെ യൂണിഫോം ജോബ്സ് ആയി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം കഴിഞ്ഞ GD എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പോൾ അതിൽ GK പോർഷൻ മാത്രം സ്പ്ലിറ്റ് ചെയ്ത ഒരു ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ടെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, ബയോളജി, സ്റ്റാറ്റിക് GK, പൊളിറ്റി, എക്കണോമിക്സ്, ഫിസിക്സ്, ഹിസ്റ്ററി. അപ്പൊ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇത് ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. അപ്പൊ ഇതിൽ ചേഞ്ചസ് വരാം, ഈ നമ്പേഴ്സ് മാറാം, പക്ഷേ ഈ ഒരു ടോപ്പിക്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും ടോപ്പിക്സ് തന്നെയായിരിക്കും GKയിൽ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു GD എക്സാമിന് വേണ്ടി പഠിക്കുന്നു. അപ്പൊ GKന്ന് 20 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക. അപ്പൊ ഇതേ സെയിം ടോപ്പിക്സ് തന്നെ കുറച്ചും കൂടെ അധികം പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് SSC CPO എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജൂൺ 27 ജൂണിലെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയും കൊടുത്തിരിക്കുന്ന ഈ ഒരു ടോപ്പിക്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? രണ്ടും സെയിം ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സെയിം കാര്യങ്ങളാണ് ഇവിടെയും പഠിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ പഠിക്കണം. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് സ്റ്റാറ്റിക് GK ആണ് 15 മാർക്സിന്. അതുപോലെ തന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി, ഫിസിക്സ്, സ്റ്റാറ്റിക് GK, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, ബയോളജി എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും കാണാതെ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യണോ? അത് കിട്ടുമോ കിട്ടില്ലേന്ന് നമുക്കറിയില്ല. അപ്പൊ ഒരുപാട് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ഡിഗ്രിയും കൂടെ ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ SSC CPO ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെറ്റർ ഓപ്ഷൻസ് ഉള്ള അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് പോസ്റ്റ് നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സെയിം ടോപ്പിക്സ് തന്നെയാണ്. കുറച്ചും കൂടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് നല്ല ചാൻസസ് ആണ്. അതിലൊന്നാണ് SSC CPO എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഡൽഹി പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റ് ആണ്. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. സെൻട്രൽ പോലീസ് ഫോഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു യൂണിഫോം ലവർ ആണെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ലെവലിലുള്ള പോസ്റ്റ് ആണിത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾ കാണാതെ നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാതിരുന്ന ഇതൊക്കെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യമല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡൽഹി പോലീസിനെ കുറിച്ചുള്ള അതിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള യൂണിഫോം ജോബ്സിനെ കുറിച്ചും അതുപോലെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനും കൂടുതൽ പോസ്റ്റിനെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ ഒരു ജേർണിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം.